ആത്മഹത്യ ചെയ്ത ഒരു വാർത്തയില്ലാത്ത ദിവസം വളരെ കുറവാണ്. മോഷണക്കുറ്റം ആരോപിച്ചതിന്റെ പേരിൽ കാസർഗോഡ് 24 വയസ്സുകാരി ജസീല ജീവനൊടുക്കി. ഭർത്താവും വീട്ടുകാരും അടക്കം ജസീലയെ കുറ്റപ്പെടുത്തിയെന്നും മകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും മാതാവ് മുംതാസ് പറഞ്ഞു. പൊന്നെടുത്തിത്താലത്ത് കുറെ കരിഞ്ഞ് പറഞ്ഞ പൊന്നെടുത്തിത്ത ഉമ്മ എന്നെ പെണ്ണ പറയുന്ന ഉമ്മ വിശ്വസിച്ചായിരുന്നു. ഞങ്ങൾക്ക് എൻ്റെ മോളെ വിശ്വാസം ഉണ്ട്. അവൾ ഉറപ്പെടുക്കല കുറെ ഭീഷണിപ്പെടുത്തി സഹിക്കാൻ കഴിയായിട്ടാണ് എൻ്റെ മോള് പോയത്. 6ഉം 4ഉം വയസ്സ് മാത്രമുള്ള 2 കുട്ടികളുടെ മാതാവാണ് ജസീല. താൻ നിരപരാധിയാണെന്ന് കരഞ്ഞു പറയുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമായിരുന്നു ഇവർ വിഷം കഴിച്ചത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായി ഞാൻ എടുത്തെന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും ആത്മഹത്യ ചെയ്ത ഒരു വാർത്തയില്ലാത്ത ദിവസം വളരെ കുറവാണ്. അല്ലാഹു തന്ന ആയുസ്, ആ ആയുസ് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ നാം സ്വന്തമായിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക. മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് ലോകത്ത് വല്ലാതെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലേക്ക് ആത്മഹത്യ വല്ലാതെ. പണ്ട് ആത്മഹത്യ ചെയ്യുന്നത് വലിയൊരു പാവമായി കണ്ടിരുന്നൊരു കാലം. അല്ലാഹു തന്ന ആയുസ് എവനെങ്കിലും കുറച്ച് പൈസ മൂട്ടിച്ച് പറ്റിച്ചുകൊണ്ട് പോയപ്പോ അതിന്റെ പേര് കളയാനുള്ളതാണോ ആയുസ്? അല്ല. ഒരു പരീക്ഷ തോറ്റന്റെ പേര് കളയാനുള്ളതാ? പറ. അല്ല. ഏത് പരീക്ഷണം വന്നാലും മരണത്തെ കുറിച്ച് ചിന്തിക്കല്ലേ, മരണത്തെ ആഗ്രഹിക്കല്ലേ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ. അല്ലാഹുവിന്റെ ദീനപടംന്ന് പറയുകയാ. അതുകൊണ്ട് പടച്ച റബ്ബിനെ വിശ്വസിക്കൂ. അല്ലാഹു കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് സിറാജിന്റെ കൂടെയുണ്ടല്ലോ. അല്ലാഹ് ഓരോ മനുഷ്യന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, കടമില്ലാത്തവരില്ല, രോഗമില്ലാത്തവരില്ല, ദുഃഖമില്ലാത്തവരില്ല, പ്രയാസമില്ലാത്തവരില്ല, സമാധാനമില്ലാത്തവർ വളരെ കുറവാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലാത്തവരില്ല. അല്ലാഹു തന്നിരിക്കുന്ന ജീവിതത്തിന്റെ വില എന്തെന്നറിയുമോ? അല്ലാഹു തന്നിരിക്കുന്ന ആയുസിന്റെ മഹത്വം എന്തെന്നറിയുമോ? അത് തൊലച്ച് കളയാനല്ല. പടച്ചവനെ, പലരും ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി അതാ ആത്മഹത്യാ മുനമ്പിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകാഗ്നിയിൽ ശ്വാസതമായി വീണുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പത്രമാധ്യമങ്ങളിലൂടെ നാം ഇന്ന് കണ്ടുവരുന്ന ഒരു വാർത്തയാണ് ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ പ്രായമുള്ളവരും യുവാക്കളുമെല്ലാം അവരുടെ ജീവിതം ഇങ്ങനെ അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ നാം ഇങ്ങനെ വല്ലാതെ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അല്ലാഹു തന്ന ആയുസ്, ആ ആയുസ് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ നാം സ്വന്തമായിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക. മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് ലോകത്ത് വല്ലാതെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലേക്ക് ആത്മഹത്യ വല്ലാതെ. പണ്ട് ആത്മഹത്യ ചെയ്യുന്നത് വലിയൊരു പാവമായി കണ്ടിരുന്നൊരു കാലം. അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് പണ്ടുള്ള തലമുറയ്ക്ക് അറിയാമായിരുന്നു. പുതിയ തലമുറ അത് മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചു, എല്ലാം ഇതോടുകൂടി തീർന്നു പോകുമെന്നുള്ള ഇന്നത്തെ തലമുറയുടെ ഒരു വിചാരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ, ഈ തെറ്റുകൾ ചെയ്യുന്നത് അധികരിപ്പിക്കുന്നത്. ഭൂരിഭാഗം ആൾക്കാരും ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോൾ അതോടുകൂടി ആത്മഹത്യ കൊണ്ട് പരിഹാരം കാണുന്നവര്, ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തന്നിരിക്കുന്ന സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ആ പലരും ഇതൊക്കെ ചെയ്യുന്നത് ആത്മഹത്യ. തീവ്രമായ വൈകാരിക വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് പലരും ആത്മഹത്യ കാണുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ബാധ്യതകളോ ഇതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിന് പരിഹാരമായി, ഇതിൽ നിന്നൊക്കെ ഒരു ഒളിച്ചോട്ടമായി രക്ഷപ്പെടാൻ വേണ്ടിയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മഹത്യയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ ഇത്? ഒരു ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ ജീവിതത്തിലെ പ്രയാസം മാറുമെന്നാ തോന്നുന്നേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. എന്നാൽ ആത്മഹത്യ
പ്രശ്നങ്ങൾക്കൊരിക്കലും പരിഹാരമല്ല. പ്രശ്നങ്ങളെ ധീരമായി നേരിടുന്നതിന് പകരം വീരുവിനെ പോലെ ഒരു കയറിലോ ഒരു വണ്ടിയുടെ മുന്നിലോ അല്ലെങ്കിൽ അല്പം മരുന്നടിക്കലോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അള്ളാഹു തന്ന ഈ ആയുസ് അത് ഒളിച്ചോട്ടമെന്നാണ് അതിന് പറയുക. അത് വലിയൊരു ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മഹത്യയിൽ നിന്ന് ഈ വളർന്നു വരുന്ന തലമുറയെ നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് ആ ആത്മഹത്യാ പ്രേരണ ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയുക? അറിവുള്ളവരും അറിവില്ലാത്തവരും വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും അല്ലാതെ ഒരു ദിവസം പത്രമെടുത്ത് നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത ഇല്ലാത്ത ദിവസം വളരെ കുറവാണ്. പത്രങ്ങളിൽ അത് കാണാം, ചരമ പേജ് എടുത്ത് നോക്കുമ്പോൾ. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിൽ ഇത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോ മുസ്ലിം സമുദായത്തിലും, കാരണം ഇസ്ലാം പറയുന്നുണ്ട് ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ഖുർആൻ ആയത്തുകളും ഹദീസുകളും എത്രയോ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഇത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം മുസ്ലിം സമുദായത്തിലേക്കും ഇത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക ആദർശം ഉൾക്കൊള്ളേണ്ടവൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? ജീവിതത്തിൽ എന്ത് തന്നെ പ്രതിസന്ധിയായാലും മനക്കരുത്തും ധൈര്യവും അവന്റെ ഈമാനും ഉറപ്പിക്കേണ്ട സമയത്ത് അവന് പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം അപ്പൊ അറിഞ്ഞുകൊണ്ടാണ് നാം ചികിത്സിക്കേണ്ടത്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്കറിയുന്നവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, അവർക്ക് ഇസ്ലാം എന്താണ് പ്രതിസന്ധിയിൽ ചെയ്യേണ്ടതെന്താ? എത്രയോ ചരിത്രങ്ങൾ, എത്രയോ വലിയ പ്രതിസന്ധികളിൽ പിടിച്ചു നിന്നവരുടെ ചരിത്രങ്ങൾ, ഹദീസുകൾ നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ആത്മഹത്യാ ചിന്തയുമായിട്ട് നടക്കുന്നവർ, ഞാൻ ജീവിതം അവസാനിപ്പിച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവർ, മരണം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് കരുതുന്ന മനുഷ്യ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ എന്താണ് പറയുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ ദീൻ എവിടെന്ന് പഠിപ്പിക്കുകയാ. ഇങ്ങനെ മനസ്സിൽ ചിന്തയുമായി നടക്കുന്നവർ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബത്തിനോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഇസ്ലാമിന്റെ വിധി എന്താ? ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന മാർഗദർശനം എന്താണ്? ഒന്നാമതായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗവും മാനവ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഒന്നാമതായിട്ട് വേണ്ടത് എന്താണ്? നമ്മുടെ ലക്ഷ്യം മറന്നുപോയി. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്താണ് പടച്ചവനെ? 40, 50, 60 വർഷക്കാലം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമല്ലോ. ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകനും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ചറപ്പുണ്ടല്ലോ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് പടച്ചവനെ ഈ ഭൂമിയിലേക്ക് നമ്മൾ അയച്ചിരിക്കുന്നത് എന്ന് നമ്മളിൽ പലരും മറന്നു പോവുകയാണ്. ആ ബോധമില്ലാത്തത് കൊണ്ടാണ് പടച്ചവനെ നമ്മുടെ ജീവിതം ഇങ്ങനെയായി പോയത്. ഈ നശ്വരമായ ജീവിതത്തിൽ മരണത്തിന് ശേഷം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണമൊരു പ്രശ്നമല്ലല്ലോ. ഈ ദുനിയാവിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും യാതൊരു പ്രയാസവും അതൊന്നും യാതൊരു പ്രശ്നവുമല്ല. കാരണം ഈ ദുനിയാവിലെ ജീവിതം പടച്ചവനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയില്ലല്ലോ. പടച്ചവനെ, ദുനിയാവെന്ന് പറയുന്നത് നിസ്സാരമാണ്. നമ്മളൊക്കെ ആരെന്നറിയുമോ? ഒരു മുസ്ലിം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ജീവിതത്തിൽ കടം വരുമ്പോ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ മരണത്തെ തേടി പോകുന്ന മനുഷ്യ,
അല്ലാഹുവിന്റെ ദീനവടം പറഞ്ഞു തരികയാ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിന്റെ ജീവിതം നിസ്സാരമാണ്. ഈ ദുനിയാവിലെ ജീവിതം അത് നിസ്സാരമാണ്. എങ്കിലും ജീവിതം തുടങ്ങുന്നത് എവിടെ നിന്നെന്നറിയുമോ? മരണത്തിന് ശേഷമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്ന ഞാനും നിങ്ങളും ഒരു വാഹനം കാത്തു നിൽക്കുകയാണ്. ഒരു വാഹനമാണ് ഞാനും നിങ്ങളും കാത്തു നിൽക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് വർഷം, അത് 20 ആകാം, 30 ആകാം, 40, 50, 60 വർഷക്കാലമാകാം നമ്മളൊരു വാഹനം കാത്തിരിക്കുകയാണ്. റോഡിന്റെ സൈഡിൽ പായിപ്പാട് പള്ളിയുടെ മുന്നിൽ ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വാഹനം കാത്തു നിൽക്കുകയാ. ഏത് വാഹനമെന്നറിയുമോ? അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പായിപ്പാട് പള്ളിയുടെ ഏതോ ഭാഗത്തിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം കൊണ്ടുവരുമല്ലോ. ആ വാഹനം വരുന്ന ദിവസം കാത്തു നിൽക്കുന്നവരാ. അവിടെ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവര്, ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത് മരണത്തോടുകൂടി ജീവിതം തീരുകയല്ല. അതും മറ്റുള്ളവർക്കാണ്, അത് മറ്റുള്ളവരുടെ വിശ്വാസമാണ്. എങ്കിൽ അല്ലാഹുവേ, ഒരു യഥാർത്ഥ വിശ്വാസി മനസ്സിലാക്കേണ്ടത് മരണത്തോടുകൂടി ജീവിതം തുടങ്ങുകയാ, അല്ലാതെ ജീവിതം അവസാനിക്കുകയല്ല. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഖബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവൻ രക്ഷപ്പെടുകയാണ്. ഒരാള് ഖബറിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവേ, ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോവുകയാണ്. പിന്നെ മരണമില്ലല്ലോ, ഒരവസാനവുമില്ലല്ലോ. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചവനെ, ദുനിയാവിലെ ജീവിതമല്ലവന് ചിന്തിക്കേണ്ടത്, യഥാർത്ഥ ജീവിതം മരണത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് മരണത്തോടു കൂടിയാണെന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല, ഒന്നും കാണാതെ ഒന്നുമല്ല പടച്ച റബ്ബ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പ്രപഞ്ചം, ഈ കാണുന്ന ഭൂമി, ഈ ലോകം മുഴുവനും അല്ലാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ട് സർവ്വതും അല്ലാഹു നമ്മൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുക. സർവ്വതിനെയും മനുഷ്യന് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകിയിട്ട് അല്ലാഹു നമ്മളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനൊന്നുമല്ല. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട്. ഈ ജീവിതം മനുഷ്യനെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ജീവിതത്തിൽ പ്രയാസവും പലതും ഉണ്ടാകും. അല്ലാഹു നമ്മൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും എന്തെങ്കിലും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവസാനിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നാ കരുതുന്നേ. എങ്കിൽ അവിടെ മുതലാ നമുക്ക് ജീവിതം തുടങ്ങുന്നത് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വിചാരിക്കണം, ഉസ്താദ്, ഇതിപ്പോൾ നമ്മടുത്ത് പറഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ആത്മഹത്യ ഒന്നും ചെയ്യൂല എന്നാണ് നമ്മൾ പലരും കരുതുന്നത്. ഞാൻ ജുമായ്ക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇന്നത്തെ ജുമായ്ക്ക് ഞാൻ അവസാനം മയ്യത്ത് പോലും അടക്കാനില്ലാതെ സംഘടനകൾ കൊണ്ടുപോയി അടക്കുന്ന അവസ്ഥ ആരുടെയാ? സാധാരണ ആൾക്കാരുടെ ഒന്നും അല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിൽ അടിയുറച്ച ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു റബ്ബുണ്ട്, നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാ. ആ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, വെറുതെയല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കും. അള്ളാഹുവിന്റെ ദീനതാണ് പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഈ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരും, കടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, രോഗങ്ങൾ വരും, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വരും. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറയുകയാ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ജീവിതവും അല്ലാഹു ആക്കിയിരിക്കുന്നതിന് വേണ്ടിയാ നമ്മളിൽ നല്ലവരാരാ എന്ന് പരീക്ഷിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലനബുലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഒരു പരീക്ഷണമെന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നന്മ കൊണ്ടും നിന്നെ ഞാൻ പരീക്ഷിക്കും, തിന്മ കൊണ്ടും നിന്നെ ഞാൻ പരിശോധിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നു, അല്ലാഹു നല്ലതും തരും, മോശവും തരും, രണ്ടും തന്നുകൊണ്ട് നമ്മളെ പരീക്ഷിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഖുർആൻ പറയുകയാണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് ചോദിക്കുകയാ, മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല. നിനക്ക് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും വാരിക്കോരി തന്നിട്ട് നിന്നെ ഈ ദുനിയാവിൽ വിട്ടിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, നിന്നെ ഞാൻ പരീക്ഷിക്കും, നിന്നെ ഞാൻ പരീക്ഷിക്കും, നിന്റെ ഈമാൻ ഞാൻ അളന്നു നോക്കും. നീ യഥാർത്ഥ വിശ്വാസിയാണോ അല്ല ഇവന് കള്ളനാണോ? യഥാർത്ഥ വിശ്വാസം ഇവൻ ഉറച്ചിട്ടുണ്ടോ? ഇവൻ ഈമാനുള്ളവനാണെന്ന് പറയുന്നു, ഇവൻ അല്ലാഹുവിൽ വിശ്വാസമുള്ളവനാണെന്ന് പറയുന്നു, ഇവൻ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവനാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്നവനാണ്, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, മരണവും ഖബറും പരലോകവുമെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാ, നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാ. പക്ഷേ യഥാർത്ഥത്തിൽ ഇവന് വിശ്വാസമുണ്ടോ? യഥാർത്ഥത്തിൽ ഇവന് വിശ്വാസമുണ്ടോ എന്ന് അല്ലാഹു പരീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പരീക്ഷണങ്ങൾ വരുന്നതല്ല. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനില്, ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കും. എങ്ങനെയാ പരീക്ഷിക്കണേ? പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഖുർആൻ പോലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ.
അല്ല പറഞ്ഞു നമ്മൾ വിചാരിച്ചോ ഇങ്ങനെ ചുമ്മാ പൊളിച്ച് അടിച്ച് പൊളിച്ച് തിന്ന് കുടിച്ച് സുഖിച്ച് കറങ്ങി ഇങ്ങനെ നടന്ന് മരിക്കാൻ സമയമാകുമ്പോൾ മരിക്കുക, പള്ളിക്കുഴി പോയി കിടക്കുക, ഇങ്ങനെയൊക്കെ അങ്ങ് പോകാമെന്ന് നമ്മൾ കരുതിയെങ്കിൽ അല്ല പറഞ്ഞു ഇല്ല. ഉസ്താദെ കടവ ഉസ്താദെ, എത്ര കൊല്ലമായി ഉസ്താദെ, വീടില്ല ഉസ്താദെ, രോഗമാ ഉസ്താദെ, മാറുന്നില്ല ഉസ്താദെ, 5 നേരം നിസ്കരിക്കുന്ന എനിക്കിത് വന്നല്ലോ, എനിക്ക് ക്യാൻസർ വന്നല്ലോ, എനിക്ക് ട്യൂമർ വന്നല്ലോ, എനിക്ക് എന്ത് കടവ, എന്ത് ബാധ്യതയാ ഉസ്താദെ, എല്ലാവരും ചെയ്യണ കച്ചവടം ഞാൻ ചെയ്യണം, എനിക്ക് മാത്രം എന്താ ഉസ്താദെ നേരെയാകാത്ത, ദുആ ചെയ്തിട്ട് കേൾക്കണില്ലല്ലോ, അള്ളാഹിക്ക് എന്തോ എന്നോട് വല്ലാത്ത വൈരാഗ്യം, പടച്ചോൻ എന്നോട് ദേഷ്യം, അതുകൊണ്ട് അല്ല എനിക്കൊന്നും തരാത്തത്, നമ്മൾ പറയണവരല്ലേ. എങ്കിൽ അല്ല പറഞ്ഞു എടാ ചങ്ങാതി അങ്ങനൊന്നും അല്ല. അള്ളാഹു പറയുന്ന യഥാർത്ഥ അടിമകളെ കുറിച്ച് പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറയുന്നത് അള്ളാഹിക്ക് ഇഷ്ടമില്ല എന്ന് ആരാ പറഞ്ഞേ? ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ അള്ളാഹ് ചെയ്യുന്നത് കെട്ടിപ്പിടിക്കലല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം, ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് കള്ളുകുടിയന്മാർക്കായിരുന്നില്ല. അതാ മനസ്സിലാക്കണ്ടേ. കാഫറുകൾക്കോ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കോ അല്ല ഇല്ല എന്ന് പറയുന്നവരൊന്നും ആയിരുന്നില്ല. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ലോകത്ത് കടന്നു വന്ന ആദം നബി മുതൽ ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരെ അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത് ആരെയാ? ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയി. ചിന്തിച്ചു വയ്ക്കുക. വാപ്പാനെ കണ്ടിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ല. ഉമ്മാനെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മയും പോയി. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, താങ്ങും തണലുമായിരുന്ന എല്ലാവരും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി. എല്ലാവരും ഒരെണ്ണം വെച്ചപ്പോൾ മുത്തുനബി 2 എണ്ണം വെച്ച് കെട്ടി. നമ്മൾ ചിന്തിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശന്നിട്ട് ഇല പറിച്ച് തിന്നും മലഞ്ചെരുവിൽ കിടന്നു. എന്നിട്ട് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു എന്ന് ചരിത്രം പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്ലേറ് കൊണ്ടില്ലേ മുത്തുനബി? എന്തെല്ലാം പീഡനങ്ങൾ! പുഴുത്തളുകിയ കൊടൽമാല കൊണ്ട് മുത്തുനബിയുടെ തലയിലിട്ട് കൊടുത്തില്ലേ? എത്ര മക്കളാ മരിച്ചുപോയ മുത്തുനബിയുടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ എത്ര പേരാ? ഒരു വാപ്പായ്ക്കും ഉമ്മായ്ക്കും കിട്ടുന്ന ഏറ്റവും വലിയ പരീക്ഷണമല്ലേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്ര മക്കളെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയതാ മുത്തുനബി. ഇതുപോലൊരു വാപ്പയുണ്ടോ? അപ്പൊ അള്ളാഹു അത്രയും പരീക്ഷണമാണ്. അതാ ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ച് ആ പ്രവാചകൻ പറഞ്ഞത്, അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വല്ലാതെ പരീക്ഷിച്ചു നോക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അങ്ങനെയല്ലേ പരീക്ഷിച്ച്? എന്നിട്ടല്ലേ അള്ളാഹു ഖലീലാക്കിയത്. അള്ളാഹുവിന് ഇഷ്ടം കൂടുന്ന സമയം അള്ളാഹു ഒരുപാട് നമ്മളെ പരീക്ഷിക്കും. ഈ പരീക്ഷണമെല്ലാം പരീക്ഷിച്ചിട്ട് അവസാനം നമ്മൾ വിജയിക്കുമ്പോൾ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കും. അതാ സമ്മാനം, അതാണ് പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, പേടി തരും നിനക്ക് ഞാൻ ഭയം തരുവടാ. പേടിച്ച് നീ ജീവിക്കണം. ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു മുസ്ലിം ജീവിക്കണമെങ്കിൽ പേടിച്ച് ജീവിക്കണം. എവിടെ നോക്കിയാലും ശത്രു, എപ്പോൾ വേണമെങ്കിലും അടിക്കും, എപ്പോൾ വേണമെങ്കിലും വെട്ടും, എപ്പോൾ വേണമെങ്കിലും പുറത്താക്കും. പേടിച്ചു ഭയപ്പെടുത്തും അല്ലാഹ്. NRC ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ഇപ്പൊ സ്വാതന്ത്ര്യ മലബാറൊക്കെ ഇപ്പൊ കലാപമായി മാറി. സ്വാതന്ത്ര്യ സമരമൊക്കെ എല്ലാവരും ഏറുവന്തെറിയുടെ പോലെ അവിടെ നിന്നിട്ട് ഓരോ എവിടെ നമുക്കെതിരെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ശത്രുക്കൾ നമ്മളെ കൊല്ലും, വെട്ടും, ഒന്നും ചെയ്യത്തൊന്നുമില്ല, വരട്ടും നമ്മളെ. അല്ല ഇങ്ങനെ പീഡിപ്പിച്ചു നോക്കും, പൊട്ടുപോയി ഓടുപോന്നറിയാൻ. അപ്പൊ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം അല്ലാഹു തരും. ഭയപ്പെടുത്തു അല്ലാഹ്, വരണ്ടോടുമോ എന്ന് നോക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ്, പട്ടിണി അല്ലാഹു തരും, വിശപ്പ് തന്നിട്ട് അള്ളാഹു പരീക്ഷിക്കും. കൊറോണ വന്നിട്ട് കച്ചവടമൊക്കെ പൊട്ടി ഇപ്പോൾ ഒരു പരുവത്തിലായിരിക്കുക, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അള്ളാഹു വിശപ്പ് തരും. അള്ളാഹു നമ്മുടെ കച്ചവടങ്ങൾ മുഴുവനും തകർക്കും. നമ്മുടെ സമ്പത്ത് തകർത്തു നോക്കും. നമ്മുടെ മക്കളെ മരിപ്പിച്ചു നോക്കും. നമുക്ക് രോഗങ്ങൾ തരും. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് തരും. പക്ഷേ ഈ പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ എന്തേ പറയണമെന്നറിയുമോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാ അള്ളാഹു അങ്ങനെയുള്ള മനുഷ്യന്മാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇതൊക്കെ വരുമ്പോൾ അവൻ എന്താ പറയണമെന്നറിയോ?
ജീവിതത്തിൽ ഇത്രയും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാം അള്ളാഹിന്റെ അടുത്തോട്ട് തന്നെയല്ലേ തിരിച്ചു പോകണ്ടേ? അതന്നെ, എനിക്കെന്ത് പേടി, പോയാ പോകട്ടെ, വന്നേ, മരിക്കേണ്ട സമയത്ത് മരിക്കും. രോഗമുള്ളവരുണ്ട്, ക്യാൻസർ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ കരയും നിലവിളിയും. രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. പടച്ചവനെ, നേരത്തെ വഴുതു പറയുമ്പോൾ ഇരിക്കാൻ കസേരയിൽ ആള് മാത്രമേ ഉള്ളൂ. ഇപ്പം ആരുമില്ല, മലക്കുകളാണ്. 6 മലക്കുകൾ വലതും ഇടതും ഇരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. വാ അങ്ങോട്ട് കയറി ഇരിങ്ങൾ. ഇപ്പം ആരുമില്ല. പോയിരുന്നോണ്ടേ, കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ ഇരിക്കണേ. പോയിരുന്നു. നല്ല കാര്യം. അൽഹംദുലില്ലാ. സജീവണ്ണനില്ല, മുബാസണ്ണ ഇല്ല, എല്ലാവരും അവിടെ ഇരുന്നു. അൽഹംദുലില്ലാ. എല്ലാവരും അവിടെ ഇരിക്കുക. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹു ഭയം തരും, പട്ടിണി തരും, ദാനനഷ്ടം വരും, ജീവനഷ്ടം വരും, വിഭവം നിങ്ങളെ നഷ്ടപ്പെടുത്തും എന്നിവ മുഖേന ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹു വ മാ അലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു സത്യവിശ്വാസിക്കും തന്റെ ശരീരത്തിലും സമ്പത്തിലും സന്താനത്തിലും പരീക്ഷണമുണ്ടായിക്കൊണ്ടിരിക്കും. അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അപ്പോൾ അതാ യാതൊരു തെറ്റുമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സർവ്വ നഷ്ടങ്ങളും അള്ളാഹു നിനക്ക് തരും. പക്ഷേ ഈ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ക്ഷമിച്ചിട്ട് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ പാവങ്ങൾ ചെയ്യാത്തവനെ പോലെ അല്ലാഹുവേ ഒരു തെറ്റും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അവൻ അങ്ങനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുന്നത് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. സത്യവിശ്വാസി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ അവന് കഴിയുകയില്ല. കാരണം ആത്മഹത്യ ചെയ്യുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അത് ചെയ്യുന്നതിലൂടെ അവനുണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? പരീക്ഷണത്തിൽ അവന് പരാജയപ്പെട്ടു പോകല. പടച്ചവനെ, കടം വരുമ്പോ എങ്ങനെയെങ്കിലും കടം വീട്ടണമല്ലോ. കടം ജീവിതത്തിലുണ്ട്. ആരോ ഒരാളെന്ന് പറഞ്ഞു, ഷിഹാബുക്കാന്ത് ആരോ ഒരാൾ പറഞ്ഞു, ഉസ്താദ് എനിക്ക് 1 കോടി രൂപയുടെ കടമുണ്ടെന്ന്. എന്നിട്ട് ചിരിക്കണം മുഖത്തോന്ന്. എൻ്റെ പൊന്നാര ചങ്ങാതി, കടമുണ്ടെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത കടത്തിന് പരിഹാരമാവോ? പെണ്ണും പിള്ളയും മക്കളുടെ കാര്യം പോയി, അത്രയേ ഉള്ളൂ. നീ അങ്ങ് പോകും പള്ളിക്കുടിയിൽ, നിന്റെ ഭാര്യയും മക്കളുടെയും വീടിന്റെ മുന്നിൽ പൈസയ്ക്ക് വേണ്ടി ആള് വന്നിരിക്കുക, അപ്പം പരിഹാരമല്ല. അള്ളാഹ് എന്തേ പറഞ്ഞ്, എടാ നിനക്ക് കടമുണ്ടോ? കടമുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ ഞാൻ നിന്റെ കടം വീട്ടി തരും. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിനക്ക് സാമ്പത്തികമായി കടമുണ്ടെങ്കിൽ ആ കടം വീട്ടണം. എനിക്ക് കടമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഇത് വീട്ടണം എന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ, ആ ഓർമ്മ നിനക്കുണ്ടെങ്കിൽ അള്ളാഹു വീട്ടി തരും നിന്റെ കടം. കടമുണ്ട്, ഞാൻ വീട്ടൂല, ഞാൻ കൊടുക്കൂല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് വായി നോക്കി നടന്ന റബ്ബ് കൈവിടും. അത്രയേ ഉള്ളൂ. ആത്മഹത്യ ചെയ്താൽ നിന്റെ പെണ്ണും പിള്ളയും മക്കളുടെയും സമാധാനം കൂടെ പോകും. ഒരിക്കലും പരിഹാരമല്ല, അത് പരാജയപ്പെടല. ആ പരീക്ഷണത്തിന്റെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു രോഗം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തൂങ്ങിയ, എന്നാ മനസ്സിലാക്കേണ്ടത് എന്താ? മരിക്കേണ്ട സമയത്തേ മരിക്കൂ. രോഗം വന്നാലും വന്നില്ലെങ്കിലും മരിക്കൂലേ? എന്തുകൊണ്ടാ മരിക്കൂ? ഭാഷക മരിക്കൂ? മരിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ രോഗം വല്ലതും വേണോ? ഒരു രോഗവും വേണ്ട. എത്രയോ ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോ, കൊണ്ടുപോക്കോ, ഇപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പലരും. എന്നാൽ വാപ്പാനെ ആശുപത്രി കൊണ്ടുപോയ മോൻ താഴെ കിടക്കുന്നുണ്ട്. അള്ളാഹു കബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ.
പാപ്പ ഇപ്പം മരിക്കൂന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് കൊണ്ടുപോകാൻ പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ആശുപത്രി കൊണ്ടുപോയവൻ കബറും കാട്ടി കിടക്കുന്നുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. അതാ കവി പറഞ്ഞത്, തുഅമ്മീലു ഫിദ്ദുനിയാ طويلا ولا تدري إلى جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير إلة وكم من مريض عاش دهرا على دهري. കവി പറയുകയാ, എത്രയോ ആരോഗ്യമുള്ളവരുണ്ടായിരുന്നു, നിന്ന നിപ്പിന് വീണ് മരിച്ചുപോയി. പക്ഷെ മരിക്കൂന്ന് പറഞ്ഞ കടന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമല്ല, ആ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. ഈ ഭൂമുഖത്ത് വന്ന 100,000-ൽ പരം വരുന്ന പ്രവാചകന്മാരും അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളും ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതുകൊണ്ടാ പറഞ്ഞത്, നീ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു വിശ്വസിക്കുക. വിശ്വാസികൾക്ക് ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തമാശയ്ക്ക് പോലും ഇപ്പൊ ചത്തുകളയൊന്ന് പറയാൻ പറ്റൂല. ബോധമുള്ളവൻ പറയോ? ഈമാനുണ്ടോ ഇല്ലെന്നല്ല, ഒരു വിശ്വാസി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ എന്ന് പറയുന്ന വാക്ക് അവന്റെ നാവിൽ നിന്ന് വരൂല. കാരണം അള്ളാഹുവിന്റെ ദീൻ, ഖുർആൻ, ഹദീസ്, ചരിത്രങ്ങൾ ഇത് മുഴുവനും പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരുത്തനും ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുക പോലുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, എടാ നിന്നെ ഞാൻ പരീക്ഷിക്കും, നിന്റെ മക്കളെ മരിപ്പിക്കും, നിനക്ക് കടം തരും, നിന്റെ കച്ചവടം ഞാൻ പൊളിക്കും, നിന്റെ സർവ്വതും ഞാൻ നഷ്ടപ്പെടുത്തും, നിന്നെ ഒന്നുമില്ലാത്തവനാക്കും, നിന്റെ മക്കളെ വരെ ഞാൻ മരിപ്പിക്കും. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നിന്റെ ഈമാൻ ഉറച്ചതാണോ എന്ന് നിന്നെ അളക്കാനാ. അല്ല പറയാ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് നീ എന്നെ വിശ്വസിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട്. ഈമാൻ അത് ഹൃദയം കൊണ്ടാണോ നാവ് കൊണ്ടാണോ, ഈമാൻ ഉറച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിന്നെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നിനക്ക് തരും. നീ പരാജയപ്പെട്ടു പോകരുത്, നീ ക്ഷമിക്കണം, നീ സഹിക്കണം. എൻ്റെ മുന്നിൽ വരുമ്പോൾ ഒരു പാപവും ചെയ്യാത്തവനെ പോലെ സ്വർഗത്തിൻ്റെ അവകാശിയായി നീ എന്നെ കണ്ടുമുട്ടും എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത് വേണ്ടത് ഇതാ. രണ്ടാമതായിട്ടോ അള്ളാഹുവിന്റെ ഖലായിലും ഖദറിലുമുള്ള വിശ്വാസമാണ്. ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചു തരുന്ന, ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് രോഗം ബാധിക്കും, അവന് എന്താ പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരും. ഇതൊക്കെ മുമ്പുള്ളവർക്കും വന്നത് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി വരാനിരിക്കുന്നവർക്കും കടന്നു വരുന്നതാണ്. അതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കതബല്ലാഹു മകാദിറൽ ഖലായികി ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള് ബി 50,000 സന. ഈ ഒരൊറ്റ ഹദീസ് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കൂ. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നവര്, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നവര്, മരണം കൊണ്ട് സർവ്വതും അവസാനിക്കുമെന്ന് കരുതുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് അല്ലാഹു സൃഷ്ടികളുടെ മിഖ്ദാറുകൾ, അളവ് തോതുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഭൂമിയെ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല
സൃഷ്ടികളുടെ അളവ് തോത് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് നബിഗിന റസൂലുള്ളാഹി. ഈ ലോകം സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് തന്നെ സിറാജിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യം അള്ളാഹ് തീരുമാനിച്ചു കഴിഞ്ഞു, അളന്ന്. പിന്നെ ഞാൻ എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ മനസ്സിലാക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖുർആൻ മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഭൂമിയിൽ നിങ്ങളുടെ അവിടുന്ന് ഖുർആൻ പറയുകയാ, നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ ആശയം അതുകൊണ്ട് ഇവിടുത്തെ ജീവിതം അത്ര എളുപ്പത്തിലല്ല എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ ഇങ്ങനെ മുൻകൂട്ടി രേഖപ്പെടുത്തിയത്? അല്ലെങ്കിൽ ഈ വസ്തുക്കൾ ജനങ്ങളെ അറിയിച്ചത് എന്തിനു വേണ്ടിയാ? അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു പറയുകയാണ് لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختار فخور. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ നിശ്ചയിച്ചത്? ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ പെട്ടെന്ന് മക്കൾ മരിച്ചു പോകുമ്പോൾ വിളിച്ചുകൂവി നിലവിളിക്കാനല്ല. ഇത് റബ്ബ് മുൻകൂട്ടി തീരുമാനിച്ചതാ. ഇത് റബ്ബിന്റെ തീരുമാനമാ. വൽ ഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നമുക്ക് ചിന്തിക്കേണ്ടതാ. ഈമാൻകാരി എത്ര എണ്ണം ഉണ്ട്? ഞാൻ ഇറങ്ങി ഇപ്പോൾ പോകും എങ്ങോട്ടെങ്കിലും. ഈമാൻകാരി എത്ര എണ്ണം ഉണ്ട്? 6 5 അല്ലേ? 7. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തത് എന്താ? മദ്രസയിൽ തുടങ്ങാം. ഒന്നാമത്തെ എന്താ? 2 ഏതെങ്കിലും ഒന്നി എല്ലാരും കൂടെ ഒരുമിക്ക്. ഒന്നി മുറുസല് അല്ലെങ്കിൽ മലക്ക്. 3 4 5. സുബ്ഹാനല്ലാഹ്. ഈമാൻകാരി 6 എണ്ണം ഉണ്ട്. 1 അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, 2 അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, 3 അള്ളാഹുവിൻ്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, 4 അള്ളാഹുവിൻ്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, 5 പള്ളിക്കുഴി കൊണ്ടുവെക്കുന്നൊരു ദിവസം ഉണ്ടെന്ന് വിശ്വസിക്കുക, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുക, 6 അള്ളാഹയെ വിശ്വാസമുണ്ട്, അള്ളാഹിൻ്റെ മലക്കുകളെ വിശ്വാസമുണ്ട്, അള്ളാഹുവിൻ്റെ ഖുർആനിൽ വിശ്വാസമുണ്ട്, മുർസലീങ്ങളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. ഇല്ലേ? 6ാമത്തെ കാര്യത്തിൽ വിശ്വാസമില്ല. 6ാമത്തെ കാര്യത്തിനെന്തേ? വൽ ഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ഷർറും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, സന്തോഷവും ദുഃഖവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, രോഗവും ആരോഗ്യവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, സമ്പത്തും സമ്പത്തില്ലായ്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്. ഇത് വിശ്വസിച്ചാലേ നീ ഈമാനുള്ളവനാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5 എണ്ണത്തിൽ വിശ്വാസമുണ്ട്, 6ാമത് വന്നപ്പോൾ പൊട്ടി. 5 കാര്യത്തിൽ വിശ്വാസമുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ചാകാനും പിടിക്കാനും ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ ഓടലല്ല, ഒളിച്ചോട്ടമല്ല. എടാ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാ. ഇത് റബ്ബിന്റെ തീരുമാനമാണെന്നുള്ള ബോധം നമ്മൾക്കില്ലാതെ വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്ന ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തത്, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ്, അവന്റെ മുൻനിശ്ചയം അനുസരിച്ചാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതൊരു മുസ്ലിമിന്റെ ബാധ്യതയാ. അത് വിശ്വസിക്കുമ്പോഴാണ് അവൻ ഈമാനുള്ളവനാകുന്നത്, മുസ്ലിമാകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ കാര്യം പോലും നേരെയാകാത്തവനെ കുറിച്ച് പിന്നെ എന്തു പറയാനാ?
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ ഈമാൻ ഉറയ്ക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? അല്ലാഹുവേ, അവന്റെ അവസാനം മോശമായി പോകുന്ന അവസ്ഥയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ഈമാൻ കാര്യം ഉറയ്ക്കാത്തത് കൊണ്ടാ അവസാനവും മോശമായി പോകുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഒന്നാമത് നീ ചിന്തിക്കേണ്ടത്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ടെസ്റ്റ് ചെയ്യാൻ, നിന്നെ പരീക്ഷിക്കാൻ ഞാൻ പലതും നിനക്ക് തരും. നീ തോറ്റുപോകാതെ പിടിച്ചു നിൽക്കണം. എങ്കിൽ എൻ്റെ മുന്നിൽ വരുമ്പോൾ പാപങ്ങൾ പൊറുത്തവനായി നീ എൻ്റെ അടുക്കൽ വരും. 2, എടാ എൻ്റെ തീരുമാനമാ, ഖൈറും ഷർറും അത് നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ ക്ഷമിക്കാൻ നീ തയ്യാറാകുക. എങ്കിലേ നിനക്ക് രക്ഷയുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, ജീവിതത്തിൽ എന്തു തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഒരു ഘട്ടത്തിലും മരണത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തു പ്രതിസന്ധി ഉണ്ടായാലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ആരോഗ്യത്തോടു കൂടി കിടക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? പൈസ ഉള്ളപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? ഇല്ല. കച്ചവടം ഉള്ളപ്പോൾ അല്ലാഹു മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? ഇല്ല. കടം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, രോഗം വരുമ്പോൾ തീർന്നാ മതിയായിരുന്നു, അപ്പൊ ചിന്തിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീൻ പഠിപ്പിക്കുകയാ 3, ജീവിതത്തിൽ എത്ര വലിയ ഇനി ലോകം മുഴുവനും തകർന്ന എന്തുണ്ടായാലും നിനക്കൊരു ചുക്കുമില്ല, ഉണ്ടാതിരിക്കണം. ജീവിതത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. അത് സമയമാകുമ്പോൾ വരും, എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു ഈമാൻ മാറാകട്ടെ. നമുക്ക് വേണ്ട, ജീവിതത്തിൽ വേണ്ട ഇസ്ലാം പഠിപ്പിക്കുന്ന 3ാമത്തെ കാര്യം, മരണത്തെക്കുറിച്ചുള്ള ആലോചന പോലും വേണ്ട. അതിനെക്കുറിച്ച് നീ ചിന്തിക്കരുത്. അന്നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യതമന്ന അഹദുകുമുൽ മൗത ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ ആരും തന്നെ മരണത്തെ ആഗ്രഹിക്കരുത്. അവന് സച്ചരിതനാണെങ്കിൽ നന്മ കൂടുതൽ വർദ്ധിപ്പിക്കലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്. മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങൾ നല്ലവരാണെങ്കിൽ നന്മകൾ അധികമായി വർദ്ധിപ്പിക്കുക, ദുഷ്കർമ്മികളാണെങ്കിൽ അവയിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. തന്നെ മരണത്തെ ആഗ്രഹിക്കാൻ പാടുണ്ടോ? എളുപ്പം മരിച്ചാൽ മതിയായിരുന്നു, പടച്ചോനെ പെട്ടെന്ന് പോകാമായിരുന്നു. അല്ല, ആഗ്രഹിക്കരുത്. നമ്മൾ ജീവിക്കാനാണ് ആഗ്രഹിക്കേണ്ടത്. മരണത്തെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ ചിലരൊക്കെ പറയും, ഉസ്താദെ പാവങ്ങളൊക്കെ ചെയ്ത് അടക്കൽ എന്നില്ല. നീ നന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് നന്മ തിന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് തിന്മ ചെയ്യാനല്ല, തൗബ ചെയ്തു മടങ്ങ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യതമന്ന അഹദുകുമുൽ മൗത വലാ യദഉ ബിഹി മിൻ ഖബ്ലി അൻ യഅതിയഹു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കരുത്. അത് മരണം അവന് വരുന്നതിന് മുമ്പായി അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി കേൾക്കുക. 1, നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കരുത്. 2, മരണം വരുന്നതിന് മുമ്പായിട്ട് വരാൻ നീ പ്രാർത്ഥിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു എൻ്റെ മരണത്തിന് നേരത്തെ ആക്കി തരണേ അല്ലാ, ചോദിക്കാൻ പാടില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയം നിങ്ങൾ ഒരു നാൾ മരണപ്പെടും. അല്ല, ഒരു ദിവസം എന്തായാലും നമ്മൾ മരണപ്പെടും. അവൻ്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. നിശ്ചയം വിശ്വാസിക്ക് അവൻ്റെ ആയുസ് നന്മയല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും. പക്ഷേ നമ്മൾ എന്തേ ചെയ്യേണ്ടത്? നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നന്മകൾ അധികരിപ്പിക്കുക, അതേ നേട്ടമുള്ളൂ. ജീവിതത്തിൽ നമുക്ക് എന്തായാലും ഒരു ദിവസം ഞാൻ മരിക്കും, 34 വയസ്സായ ഞാൻ എന്നായാലും ഒരു ദിവസം മരിക്കും.
പക്ഷേ ജീവിക്കണ കാലത്തോളം നന്മകൾ അധികമായി ചെയ്തിട്ട് പോകുമ്പോഴേ രക്ഷയുള്ളൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരാളും തനിക്ക് ബാധിച്ചിട്ടുള്ള ദുരിതത്തിൽ മരണത്തെ കൊതിക്കരുതെന്ന് നബിയന റസൂലുള്ളാഹി. എന്തെങ്കിലും രോഗമാകട്ടെ, എന്തെങ്കിലും വലിയ രോഗങ്ങളാകട്ടെ, മരുന്നുകളില്ലാത്ത രോഗമാകട്ടെ, എന്തു വന്നാലും മരണത്തെ എന്ത് ചെയ്യാൻ പാടില്ല, കൊതിക്കരുത്. മരിച്ചാൽ മതിയായിരുന്നു, എന്ത് ജീവിതം, അള്ളാഹുവേ ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ, തീർന്നാൽ മതിയായിരുന്നു, കൊതിക്കരുത്. ഒരിക്കലും മരണത്തെ നിങ്ങൾ കൊതിക്കാൻ പാടില്ല. എന്തു വലിയ പ്രശ്നമുണ്ടായാലും അതിന് കഴിയില്ലെങ്കിൽ അവൻ ഇപ്രകാരം പറയട്ടെ, അള്ളാഹുവേ എനിക്ക് അതാ ചെയ്യേണ്ടത്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരാൾ, അദ്ദേഹത്തിന് വളരെ പ്രയാസത്തില്ല, ജീവിച്ചിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല, എന്നാലും മരണത്തെ ആഗ്രഹിക്കരുത്. ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യേണ്ടത്? അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി. അവിടെ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലാഹുവേ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണം, ഇല്ല മരണമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണം എന്നാണ് ദുആ ചെയ്യേണ്ടത് എന്ന് നബിയനാ റസൂലുള്ളാഹി. ചിലരൊക്കെ ആക്സിഡന്റ് പറ്റി കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിച്ചു ബോധമില്ലാതെ കിടക്കുന്നവരുണ്ട്. അവരെ പോകുമ്പോൾ അല്ലാഹു നീ മരിപ്പിക്കണേന്നല്ല എന്ത് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവേ ജീവിതം ഖൈറാണെങ്കിൽ നീ ജീവിപ്പിക്കും, അല്ല മരണമാണ് ഖൈറെങ്കിൽ നീ മരിപ്പിക്കുക, എങ്കിലും അങ്ങനെയേ പറയാവൂ. അല്ലാതെ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയോ മരിക്കാൻ വേണ്ടി ആയുസ് തീരുന്നതിന് മുമ്പ് ആ മരണം വരാൻ വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ മൂന്നാമതായി ചെയ്യേണ്ട കാര്യം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കുക. അള്ളാഹു നമുക്ക് പ്രതിഫലം തരുമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4, ആത്മഹത്യ എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു പാപമാണെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ദീൻ ആത്മഹത്യ എന്ന് പറയുന്നത് ചെറിയൊരു പാപമായിട്ടല്ല കാണുന്നത്, ഒരു വലിയ പാപമായിട്ടാ കാണുന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, ആത്മഹത്യ മരണതാ മരിക്കണമെന്ന് ചിന്തിക്കുന്നവരോട്, തമാശയ്ക്കാണെങ്കിലും ഞാൻ മരിക്കും, ഇപ്പൊ ഞാൻ മരിക്കുമെന്ന് പറയുന്നവരോട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനവൻ തന്ന അനുമതിയില്ലാതെ തിരിച്ചെടുക്കാൻ, അല്ലാഹു തന്ന ആയുസ് തിരിച്ചെടുക്കാൻ അല്ലാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് പടച്ച റബ്ബ് തന്ന ജീവിതം അവസാനിപ്പിക്കുന്നത് അതൊരു വലിയ പാപത്തിൽ പെട്ടതാണ്. ഒരു വ്യക്തിക്ക് സ്വയമായി അവന്റെ അനുവാദത്തോടെ മറ്റുള്ളവർക്കോ അത് ചെയ്യാവുന്നതല്ല. അല്ലാഹു തന്ന ആയുസ് തിരിച്ചെടുക്കാറുള്ള കഴിവ് അല്ലാഹുവിനാണ്, ഒരിക്കലും നമുക്കതില്ലല്ലോ. അതുകൊണ്ടത് ചെയ്യുന്നത് ചെറിയ പായമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തും, അല്ലാഹു തന്ന ആയുസ് അല്ലാഹുവിനാണ് തിരിച്ചെടുക്കാനുള്ള അധികാരം. നീ അത് എടുക്കരുത്, നീ അത് നശിപ്പിക്കരുത്, നീ നിന്റെ ശരീരത്തെ കൊല്ലരുത് എന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഉപദേശിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 4ാമത്തെ കാര്യം, ആത്മഹത്യ ചെയ്യുന്നത് സാധാരണ പാപമല്ല, അതൊരു വലിയ പാപമാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശ നിന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നബിയനാ റസൂലുള്ളാഹി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ലാം മനുഷ്യരെ പരിശീലിപ്പിച്ചിട്ടുള്ള നിരാശ ജീവിതത്തിൽ പാടുണ്ടോ? ഉണ്ടോ? നിരാശ സാധാരണ പാപമല്ല, മനസ്സിലാക്കിക്കോ. നിരാശ എന്ന് പറയുന്നത് ഒരു സാധാരണ തെറ്റല്ല, അതൊരു വലിയ തെറ്റാ. ഇത് നിരാശ എന്ന് പറഞ്ഞ എന്താ? പ്രതീക്ഷ അറ്റുപോവുക, മക്കളില്ല അല്ലേ, 10-15 കൊല്ലമായി മക്കളില്ല, വയസ്സ് കുറയായി ഉസ്താദെ മക്കളില്ല, ഇനിയിപ്പോൾ ഉണ്ടാകില്ല, അല്ല തരൂല എന്നതിനർത്ഥം. നിരാശ. നമ്മുടെ പള്ളിക്ക് വേണ്ടി 1 ടണ്ണ് കമ്പിയുടെ പൈസ തന്ന നമ്മുടെ തിരൂരുള്ള ഒരു സഹോദരൻ 20 കൊല്ലം കഴിഞ്ഞിട്ട് അല്ല ഒരു സന്താനത്തിന് കൊടുത്ത്. നമ്മുടെ ഉപാശക്കാരുടെ പ്രായമൊന്നും അല്ലെന്ന് തോന്നില്ല,
അണ്ണൻ കേട്ടില്ല, നല്ല പ്രായമുള്ള ഒരാളാണ്. നമ്മുടെ സജീവണ്ണൻ്റെയൊക്കെ പ്രായം ഉണ്ടാകും അദ്ദേഹത്തിന്. 40 വയസ്സ് കഴിഞ്ഞില്ലേ? 40 വയസ്സൊക്കെ കഴിഞ്ഞു. ചെറിയൊരു മകൾ, 8, 6, 7 വയസ്സുള്ളൊരു മകളുണ്ട്. 20 കൊല്ലം കഴിഞ്ഞിട്ട് അള്ള സന്താനത്തിന് കൊടുത്ത്. അദ്ദേഹത്തിൻ്റെ സഹോദരനും മക്കളില്ല. ഞാൻ പറഞ്ഞു വേറെ വഴുതൊന്നും കേൾക്കണ്ട, കൂടപ്പുറപ്പിനെ നോക്കിയാൽ മതി. അള്ള തരാൻ കഴിവുള്ളവനാണെന്ന് അതിനേക്കാളും വലിയ തെളിവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരാശ ജീവിതത്തിൽ പാടില്ല. നിരാശ വന്നുപോയാൽ റബ്ബിൻ്റെ സഹായം നിന്നുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിരാശ വന്നുപോയാൽ പടച്ച റബ്ബിൻ്റെ സഹായം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നില്ല. ഒരിക്കലും നിരാശ പാടില്ല. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂരിഭാഗം മനുഷ്യരും ആത്മഹത്യയ്ക്ക് പ്രചരിപ്പിക്കുന്നത്, ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊടുക്കുന്നത് നിരാശയാണെന്ന ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, വലാ തഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ജീവിതത്തിൽ നിരാശയുള്ളവര് കേട്ടോ, ജീവിതത്തിൽ നിരാശപ്പെടുന്നവര് കേട്ടോ, ഈ ആയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇത് നിങ്ങൾക്കുള്ള പാഠമാണ്. ജീവിതത്തിൽ നിരാശയും കൊണ്ട് നടക്കുന്നവര് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിൽ നിന്നുള്ള ആശ ഉണ്ടല്ലോ, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷയുണ്ടല്ലോ, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു പ്രതീക്ഷ അറ്റുപോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിരീങ്ങൾക്കല്ലാതെ അല്ലെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടുമെന്നുള്ളത് ഒരാൾക്ക് എന്ന് നഷ്ടപ്പെട്ടു പോകുന്നോ അത് കാഫിരീങ്ങൾക്ക് മാത്രമേ നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ, മുസ്ലിമിന് നഷ്ടപ്പെട്ടു പോകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നിരാശ ആർക്കേ ഉണ്ടാകൂ? ഈമാനില്ലാത്തവനെ ഉണ്ടാകൂ. നിരാശ ഈമാനുള്ള ഒരാളുടെ ജീവിതത്തിൽ അവൻ്റെ നിഘണ്ടുവിൽ തന്നെ നിരാശയില്ല. കാരണം അവൻ്റെ റബ്ബ് എന്തിനും കഴിവുള്ളവൻ, അവൻ്റെ അള്ള എന്തിനും കഴിവുള്ളവൻ, എൻ്റെ റബ്ബ് എന്തിനും കഴിവുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങൾക്കുണ്ട ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടോ? ഒരെണ്ണം പറ. അള്ളാഹുവിന് കഴിയാത്ത ഒരെണ്ണം നിങ്ങൾ പറ. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ വിശ്വാസമില്ല. അള്ളാഹുവിന് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? ആകാശത്ത് നിന്നിട്ടും മഞ്ഞും സെൽവി ഇറക്കി തന്നവനാ അള്ളാഹ്. ആകാശത്ത് നിന്നിട്ട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ മന്നും സെൽവി അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്ത നല്ല തേൻ കട്ടയും ചുട്ട കോഴിയൊക്കെ ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തില്ല. അള്ളാഹ്ക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ചുമ്മാ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ അണിക്കുക പോലൊന്നുമല്ല. അള്ളാഹ്ക്ക് സർവ്വതിനും കഴിവുണ്ട്. അപ്പൊ ജീവിതത്തിൽ നിരാശ, മുസ്ലിമിന് നിരാശയുണ്ടാകില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവന് മാത്രമേ നിരാശയുണ്ടാകൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പം ജീവിതത്തിൽ നിരാശയുണ്ടെങ്കിൽ അതിനർത്ഥം ഈമാനില്ല എന്ന് അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരൻ, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുന്നു, ഖബില മൗതിഹി ബിസലാസതി അയ്യാം യഖൂലു ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് പറയുന്നു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളിൽ ഒരാളും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ളവനായിരിക്കലല്ലാതെ നിങ്ങൾ മരിക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ സ്വഹാബത്തിനോട് പറയുന്നു, ഒരാളും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാത്ത രീതിയിൽ ഒരാളും മരിച്ചു പോകരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 5-ാമത്തെ കാര്യം, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം
അള്ളാഹു സർവ്വതിനും കഴിവുള്ളവനാ. ക്യാൻസർ തന്ന എന്തിനാ സഹോദര? എത്രയോ പേര് ഇവിടെ വയതിന് ഉസ്താദേ ടെസ്റ്റിന് അയച്ചു, ഡോക്ടർ പറയുന്നു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, രണ്ടാമതും ഒരു സ്കാനിങ് ഉണ്ട്, ഒന്നുമില്ല എന്ന് പറയണം. ദുആ ചെയ്തു. ആദ്യത്തെ ടെസ്റ്റിൽ എന്തോ രോഗമുണ്ട്, രണ്ടാമത്തെ ടെസ്റ്റിൽ രോഗമില്ല. നോക്കിയ ഡോക്ടർ കണ്ണ് തള്ളിയിട്ട് ചോദിക്കുന്നു എന്തേ സംഭവിച്ചതെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആദ്യത്തെ ടെസ്റ്റിൽ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു പ്രയാസം കാണുന്നുണ്ട്, ക്യാൻസറിൻ്റെ അടയാളമാണെന്ന് തോന്നുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഒറ്റ ആഴ്ച കൊണ്ട് അത് മാറ്റിയവനാരാ? അല്ലാഹ്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ട. അള്ളാഹിക്ക് കഴിയുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആറാമതായിട്ട് അള്ളാഹുവിൻ്റെ ദീൻ പറയുന്നു, ആത്മഹത്യ ചെയ്യുന്നവന് മരണാനന്തരം ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് ഗൗരവത്തോടുകൂടി പഠിക്കണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവൻ അള്ള കൊടുക്കണ ശിക്ഷ കേട്ടോ, ഓരോന്ന് എണ്ണി എണ്ണി പറയാം. സമയമായ നിർത്താൻ പഠിച്ചോ. അള്ളാഹുവിന്റെ ദീൻ എവിടെന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ പഠിച്ചത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിങ്ങളിത് നിങ്ങൾക്കറിയുന്നവരോട് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവേ, عن جندب بن عن جندب رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم كان برجل جراء فقتل نفسه فقال الله بدرني عبدي بنفسه حرمت عليه الجنة. മഹാനായ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾക്ക് ഒരു മുറിവ് പറ്റിയിരുന്നു, അയാൾ അതിനാൽ ആത്മഹത്യ ചെയ്തു. അല്ലാഹുവേ, പ്രവാചകന്റെ കാലഘട്ടത്തില് ഒരു മനുഷ്യനൊരു മുറിവ് സംഭവിച്ചു. ആ മുറിവിന്റെ വേദന സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് മുറിവ് സംഭവിച്ചു പോയല്ലോ. അതിന്റെ പേരിൽ അവസാനം ആ മനുഷ്യൻ അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുകയാ. ഒരു മുറിവ് സംഭവിച്ചു. ആ മുറിവ് സംഭവിച്ചതിന്റെ വേദനയും പ്രയാസവും കാരണം ഒരു മനുഷ്യൻ അങ്ങ് ആത്മഹത്യ ചെയ്തു. അവസാനം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഖുർആനിന്റെ ആയത്തിറങ്ങി. ആ മനുഷ്യൻ അവിടെ നിന്ന് ആത്മഹത്യ ചെയ്തപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, എന്റെ അടിമ അവന്റെ ആത്മാവിന്റെ കാര്യത്തിൽ എന്നെ മറികടക്കാൻ ധൃതി കൂട്ടി, അതിനാൽ അവനെ ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ചരിത്രങ്ങൾ കാണാം. യുദ്ധക്കളത്തിൽ വെച്ചൊരു സഹാബിക്ക് വെട്ടുകൊണ്ടു, ശരീരത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് വെട്ടുകൊണ്ടപ്പോൾ അവസാനം മലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. ചരിത്രം പഠിപ്പിക്കാം. അപ്പൊ അള്ളാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അടിമ അവൻ ധൃതി കാണിച്ചു കളഞ്ഞു. അവൻ ധൃതി കാണിച്ചത് കാരണം സ്വർഗം അവന് നിഷിദ്ധമായി. ഒന്ന്, ആത്മഹത്യ ചെയ്യുന്നവൻ എവിടെ പോകൂല? ഉറക്കപ്പറ, എവിടെ പോകൂല? എവിടെ പോകൂല? ഈ ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മഹത്യ അല്ലാഹു തന്ന ആയുസ് കളയുന്നവൻ അവന് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഏതാ? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ കിതാബ് ഇമാം ബുഖാരി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആത്മഹത്യ ചെയ്യുന്നവൻ, അല്ലാഹു തന്ന ആയുസ് അവസാനിപ്പിക്കുന്നവൻ, അവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. രണ്ട്, അൻ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദി യഖുനുകു നഫ്സഹു യഖുനുകുഹാ ഫിന്നാർ വല്ലദി യതുനുഹാ ഫിന്നാർ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, വല്ലവനും ശ്വാസം മുട്ടിച്ചു ആത്മഹത്യ ചെയ്താൽ, വല്ലവനും ശ്വാസം മുട്ടിച്ച് ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ വെച്ച് അവനെ ശ്വാസം മുട്ടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അവൻ അല്ല കൊടുക്കുന്ന ശിക്ഷ ഏതാണ്? പടച്ചവനെ ശ്വാസം മുട്ടിച്ചു മരിച്ചവനവൻ നരകത്തിൽ അതുപോലെ ജീവിതകാലം മുഴുവനും ഒരിക്കലും അവസാനിക്കാതെ അതുപോലെ തന്നെ അവന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ. ആരെങ്കിലും തന്റെ ദേഹത്ത് അല്ലാഹുവേ കുത്തിമുറിപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്താ അതാ കൊണ്ട് കുത്തിമുറിക്കുമല്ലോ, എന്നിട്ട് ആത്മഹത്യ ചെയ്താൽ അല്ലാഹുവേ നരകത്തിൽ അവന് സ്വന്തം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. അതാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ഖതല നഫ്സഹു ബിഹദീദ് ഉദ്ദിബ ബിഹി ഫിന്നാരി ജഹന്നമ. ആരെങ്കിലും ഇരുമ്പുള്ള ആയുധം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്താൽ അവൻ അതേ ആയുധം കൊണ്ട് നരകാഗ്നിയിൽ ശിക്ഷിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തറദ്ദ ബിജബലിൻ ഫഖതല നഫ്സഹു വഹുവ ഫിന്നാരി ജഹന്നമ. പടച്ചവനെ പലരും ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി അതാ ആത്മഹത്യാ മുനമ്പിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകാഗ്നിയിൽ ശ്വാസതമായി വീണുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ശ്വാസം മുട്ടി മരിക്കുക, സ്വന്തമായിട്ട് ശരീരത്തെ മുറിവേൽപ്പിച്ച് ചാവുക, അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് താടിച്ചാവുക, കത്തികൊണ്ട് കുത്തി മരിക്കുക, ഇതെല്ലാം എങ്ങനെ മരിക്കുന്നു അതുപോലെ തന്നെയാണ് അവൻ്റെ ജീവിതകാലം മുഴുവനും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ആരെങ്കിലും മലയുടെ മുകളിൽ നിന്ന് കണ്ടിട്ടില്ലേ? പോകും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഏറ്റവും മലയുടെ മുകളിൽ കയറിയിട്ട് ചാവ. എന്തിനാടാ അവിടെ വരെ പോണ ചാവാൻ? എൻ്റെ പ്രിയപ്പെട്ടവർ, അവനെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആരെങ്കിലും വിഷം കടിച്ച് ആത്മഹത്യ ചെയ്താൽ നരകാഗ്നിയിൽ അവൻ്റെ കയ്യിൽ വിഷത്തിൻ്റെ പാത്രമുണ്ടാകും, അവൻ എപ്പോഴും അത് പിടിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിഷവടിച്ച് മരിക്കുന്നവന് കിട്ടുന്ന ശിക്ഷ അവൻ്റെ നരകത്തിൽ കയ്യിൽ വിഷത്തിൻ്റെ കപ്പും ഉണ്ടാകും, അതിങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ നരകാഗ്നിയിൽ അവൻ്റെ കയ്യിൽ ആ ആയുധം പിടിച്ച് അവൻ്റെ കയ്യിൽ ആയുധം പിടിക്കും, അവൻ തൻ്റെ വയറ് കുത്തി കീറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുത്തിക്കൊല്ലുക, കുത്തി മരിക്കുക, ഇവർക്കൊക്കെ കൊടുക്കണ ശിക്ഷ. തൂങ്ങുന്നവൻ അവൻ തൂങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും, കബറിലും നാളെ നരകത്തിലും. അല്ലാഹു കാക്കുമാറാകട്ടെ. വിഷപടിക്കുന്നവൻ ഇതൊക്കെ തന്നെ എങ്ങനെയാണോ മരിക്കണം അതുപോലെ തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷ്യബോധമില്ലാത്തതിനാൽ മനുഷ്യൻ ജീവിതം ഉപേക്ഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ അവിടുന്ന് പഠിപ്പിക്കുകയാ. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയിച്ചവനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വിജയികൾ ആരാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങള്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരുപാട് ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അല്ലാഹു തന്നിരിക്കുന്ന ജീവിതത്തിന്റെ വില എന്തെന്നറിയുമോ? അല്ലാഹു തന്നിരിക്കുന്ന ആയുസിന്റെ മഹത്വം എന്തെന്നറിയുമോ? അത് തൊലച്ച് കളയാനല്ല, ഏതെങ്കിലും ഒരു പെണ്ണ് ചതിച്ചതിന്റെ പേരിൽ എവിടെങ്കിലും കൊണ്ടും നശിപ്പിക്കാനുള്ളതല്ല. അല്ലാഹു തന്ന ആയുസ് ഒരു പരീക്ഷ തോറ്റന്റെ പേരിൽ കളയാനുള്ളതാ? പറ. ഒരു കാമുകൻ ഏതോ ഒരു കോന്തൻ മുടിയും വളർത്തിയിട്ട് പാൻറ്റും വലിച്ചിട്ടിട്ട് ചിരിച്ചു കാണിച്ച് പ്രേമിച്ചിട്ട് പറ്റിച്ചപ്പോൾ ആ കോന്തന് വേണ്ടി കളയാനുള്ളതാ നമ്മുടെ ആയുസ്? അല്ല. എവനെങ്കിലും കുറച്ച് പൈസ മൂട്ടിച്ച് പറ്റിച്ചുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ പേരിൽ കളയാനുള്ളതാണോ ആയുസ്? അല്ല. ഒരു കട പൊട്ടിപ്പോയി, പോയാ പോട്ടെ, അടുത്തുണ്ടാവും.
കട നഷ്ടപ്പെട്ടു പോയ പോട്ടെ, അടുത്തുണ്ടാകും. ക്യാൻസർ വന്നോ, അള്ളാഹു സ്വർഗം തരും. പിന്നെന്താ?